Hello മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പൊ ഇന്ന് നമ്മൾ കീം എക്സാമിന്റെ സിലബസ് ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് സിലബസ് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതും അതേപോലെ എങ്ങനെ ഇനിയുള്ള ഈ 2 മാസം കൊണ്ട് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ നമ്മൾ സിലബസ് ഡിസ്കഷന്റെ ഇടയിൽ കീം എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അതിനു മുന്നേ നമ്മുടെ ലേണിനോ ആപ്പിലുള്ള കീമിന്റെ കോഴ്സുകളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. നമുക്ക് കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെയും ലെക്ചേഴ്സും MCQസും നോട്ട്സും ടെസ്റ്റ് സീരീസും എല്ലാം അടങ്ങുന്ന റിവിഷൻ വീഡിയോസും ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കീം ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന വീഡിയോസും MCQ മാരത്തോണും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം അടങ്ങുന്ന കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് മാത്രമായിട്ട് വേണം, ഫിസിക്സ് മാത്രം, കെമിസ്ട്രി മാത്രം, മാത്സ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ്. ഇനി MCQസും അതേപോലെ മോക്ക് ടെസ്റ്റും മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടും പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണോ നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ കോഴ്സ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് സിലബസ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മാത്സ് നോക്കാം. മാത്സിൽ ആദ്യം യൂണിറ്റ് 1 ആൾജിബ്ര, അതിൽ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, എംപ്റ്റി സെറ്റ്, അങ്ങനെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെറ്റ്സിൽ വരുന്ന ഓപ്പറേഷൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, റിലേഷൻസ് ആണെങ്കിലും അതിലും ഓരോ ടൈപ്പ് ഓഫ് റിലേഷൻസ്, റേഞ്ച്, ദെൻ ഫംഗ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ 1 to 1, അതേപോലെ തന്നെ into, onto functions എല്ലാം വരുന്നുണ്ട്. Then invertible functions, binary operations, എല്ലാം ഇതും കൂടെ ചേർന്നിട്ടാണ് ഫസ്റ്റത്തെ പാർട്ട് വരുന്നത്. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിലാണെങ്കിലും റിയൽ, ഇമാജിനറി പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ, കോംപ്ലക്സ്, കോൺജുഗേറ്റ്, അതിന്റെ റെപ്രസെന്റേഷൻ, അതുപോലെ ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, പോളാർ റെപ്രസെന്റേഷൻ, സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ കോംപ്ലക്സ് നമ്പേഴ്സ്, അങ്ങനെ ഓരോ ടോപ്പിക്സും നമ്മൾ പ്രത്യേകം തന്നെ എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാത്സിന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ നമ്മളിപ്പോ ബോർഡ് എക്സാമിന് പഠിച്ചതുപോലെ അല്ല കീം എക്സാമിന് പഠിക്കേണ്ടത്. നമ്മളിപ്പം ഒരുപാട് സ്റ്റെപ്സ് എഴുതി ചെയ്യുന്ന പ്രോബ്ലംസിനൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഈസി വേ കണ്ടെത്തിയിട്ട് കീം എക്സാമിന് പഠിക്കണം. കാരണം ഇവിടെ നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രം ദ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ മക്കൾ പഠിക്കണം. അതായത് നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. എല്ലാ സ്റ്റെപ്പും എഴുതി തന്നെ ആൻസർ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പല ക്വസ്റ്റ്യൻസിലും നമുക്ക് ഓപ്ഷൻസിൽ നിന്നും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് ആൻസറുകളിലേക്ക് എത്താനുള്ള ഒരു വഴി കൂടെ മക്കൾ ബൈ പ്രാക്ടീസ് ചെയ്ത് നടക്കുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. അപ്പൊ ആ രീതിയിൽ കൂടെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ടൈം ഒരുപാടധികം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. അതിനകത്ത് ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് സീക്വൻസ്, AP, അതുപോലെ തന്നെ GP, അതിലെ ഓരോ ടേം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ GPയിലാണെന്നുണ്ടെങ്കിലും അതിന്റെ ഫസ്റ്റ് ഇൻഫൈനൈറ്റ് GP, അതിന്റെ സമ്മ, പിന്നെ ജോമെട്രിക് മീൻ, AM GM തമ്മിലുള്ള റിലേഷൻ, അതേപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനും, സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്, അതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക. അതേപോലെ ഡിഫറെന്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് സോൾവ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിലൊക്കെ നമുക്ക് വരുന്ന ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ആദ്യം പഠിച്ചു വെച്ചതിന് ശേഷം മാത്സിൽ ചെയ്യാനുള്ളത് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുമോ അത്രയും വർക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അടുത്ത പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. അതിലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓരോ ടോപ്പിക്സും സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രൂഫുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സ്റ്റെപ്സ് എഴുതേണ്ട ഒരു എക്സാം അല്ല കീം എക്സാം. അപ്പൊ അതുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ എപ്പോഴും മക്കൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. അതിലും ഫസ്റ്റ് അതിന്റെ മെട്രിക്സ്, അതിന്റെ ടൈപ്സ്, ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് ആണെന്നുണ്ടെങ്കിലും അതിലും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അഡ്ജോയിന്റ് ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ ലീനിയർ ഇക്വേഷൻസിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതെല്ലാം നന്നായിട്ട് പഠിക്കുക. പിന്നെ ലീനിയർ ഇനീക്വാലിറ്റി ആണ് അടുത്തത് വരുന്നത്. അതിൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനീക്വാലിറ്റി, 1 വേരിയബിൾ, 2 വേരിയബിൾ, അതേപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാലിറ്റീസ് വരുന്നുണ്ട്. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ് അടുത്ത ഒരു ടോപ്പിക് വരുന്നത്.
നെക്സ്റ്റ് യൂണിറ്റ്, അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് യൂണിറ്റ് ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതേപോലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അതിനകത്ത് നമുക്ക് അതിൽ എല്ലാം വരുന്ന ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ അവർ സ്പെസിഫിക് ആയിട്ട് എടുത്ത് തന്നെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സിലബസ് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കണ്ടിട്ടുള്ളവരൊക്കെ തന്നെ സിലബസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ എഴുതി തന്നെ പഠിക്കുക, തെറ്റ് വരുത്താതെ പഠിക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പൊ വളരെ ശ്രദ്ധിച്ച് തന്നെ ട്രിഗ്നോമെട്രി പഠിക്കാം. ഇനി അതില് ഓരോ ടൈപ്പ് ഓഫ് എങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരാം, അതിന് അവര് കംപ്ലീറ്റ് അതിലെ ഇക്വേഷൻസ് ആണ് സിലബസിൽ അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെ റേഞ്ച്, ഡൊമൈൻ, പ്രിൻസിപ്പൽ വാല്യൂ, ബ്രാഞ്ച്, ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒരു പോയിന്റ് വിടാതെ ഇതിലെല്ലാം പഠിക്കണം. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം സിലബസിൽ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് ജോമെട്രി ആണ്. അതിൽ ആദ്യം ലൈൻസും ഫാമിലി ഓഫ് ലൈൻസും ആണ് വരുന്നത്. അതിൽ സ്ലോപ്പ് ഓഫ് ലൈൻ, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻസ്, പിന്നെ അതേപോലെ തന്നെ വേരിയസ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് ലൈൻ പാരലൽ ടു ആക്സിസ്, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, സ്ലോപ്പ് പോയിന്റ് ഫോം, അതെല്ലാം സ്പെസിഫൈ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ, അതെല്ലാം ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് കോണിക് സെക്ഷൻസ് ആണ്. കോണിക് സെക്ഷനിൽ സെക്ഷൻ ഓഫ് കോർണർ, സർക്കിൾ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സർക്കിൾ, റേഡിയസ്, സെന്റർ, ഇക്വേഷൻ ഓഫ് കോണിക് സെക്ഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സും സ്കാലേഴ്സും അതിന്റെ അഡീഷനും അതേപോലെ പൊസിഷൻ വെക്ടർ, സ്കാലാർ പ്രോഡക്റ്റ്, അതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കാം. നെക്സ്റ്റ് 3-dimensional ജോമെട്രി ആണ് വരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, അതിലെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, പോയിന്റ്സിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രൊജക്ഷൻ ഓഫ് ജോയിന്റ്സ് ഓഫ് 2 പോയിന്റ്സ്, കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്ടർ ത്രൂ 2 പോയിന്റ്സ്, കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നത്, ലൈനിന് ഇക്വേഷൻ എഴുതുന്നത് ഓരോ ടൈപ്സിലുള്ളത് 1, 2, 3 ഒരു നമ്പർ ഇട്ടിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എല്ലാ ടോപ്പിക്സും നന്നായിട്ട് തന്നെ പഠിക്കാം. നെക്സ്റ്റ് യൂണിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ഈ ഒരു ഏരിയ കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷേ കുറെ അധികം പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് കാൽക്കുലസ് ആണ്. അതിന്റെ ഫംഗ്ഷൻസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി. അപ്പൊ നോക്കൂ, നമ്മൾ +1 കുറെ ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് ഇപ്പൊ ടച്ച് വിട്ടിട്ടുള്ളത് അല്ലെ. +2 നമ്മൾ ഇപ്പൊ ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ ആ +2 ടോപ്പിക്സിനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ സമയം നമ്മൾ +1 ടോപ്പിക്സിന് വേണ്ടിയിട്ടായിരിക്കും ഇരിക്കേണ്ടി വരിക. അപ്പൊ അതിനനുസരിച്ച് തന്നെ മക്കൾ എന്ത് ചെയ്യുക, ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സമയം +1 പോർഷൻസിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് +2 ടോപ്പിക്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അതിൽ ഡിഫറൻസിയേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലൊക്കെ വരുന്ന ഓരോ ടോപ്പിക്സും സ്പെസിഫൈ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിന് നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്, റാഷണൽ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രേഷൻ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇന്റഗ്രേഷൻസ് ആണ് ക്വസ്റ്റ്യൻസിൽ വരാന്നുള്ളത് കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസും ഡെഫിനിറ്റ് ഇന്റഗ്രൽസും നന്നായിട്ട് പഠിക്കാം. പിന്നെ അതിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മാത്സിൽ വരുന്ന സിലബസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം മാത്സിലാണ് നമുക്ക് കൂടുതൽ മാർക്ക് അല്ലെ. കീം എക്സാമിന് ഫിസിക്സും കെമിസ്ട്രിയും കൂടെയുള്ള മാർക്ക് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സിൽ വരുന്നുണ്ട്. അപ്പൊ മാത്സിൽ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് സ്പീഡിൽ ചെയ്ത് ഈസി മെത്തേഡുകളിലും കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും അത് മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ ലേണിംഗ് നോയിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് സീരീസ്, അതായത് ഓരോ ചാപ്റ്റർ വൈസും നമ്മൾ മോക്ക് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതേപോലെ സബ്ജക്ട് വൈസ് അവൈലബിൾ ആണ്. നിങ്ങൾ എങ്ങനെ കീം എക്സാം എഴുതുന്നു അതേ പാറ്റേണിൽ അവൈലബിൾ ആണ്. അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളിപ്പോ എവിടെ കോച്ചിങ്ങിന് പോകുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ മോക്ക് ടെസ്റ്റും കൂടെ എടുത്ത് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടുന്നത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.
അടുത്തത് ഫിസിക്സ് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ് ആണ്. അത് നമ്മൾ ബേസിക്സ് അല്ലെ +1 നമ്മൾ ആദ്യം പഠിക്കുന്ന കുറച്ച് എളുപ്പമുള്ള ഒരു യൂണിറ്റ് ആണ് ഫസ്റ്റത്തെ. നെക്സ്റ്റ് വൺ കൈനമാറ്റിക്സ് ആണ് വരുന്നത്. കൈനമാറ്റിക്സിൽ നമുക്ക് കംപ്ലീറ്റ് മോഷൻ, അതേപോലെ തന്നെ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഓഫ് ഡിസ്ക്രൈബിംഗ് മോഷൻ, യൂണിറ്റ് വെക്ടേഴ്സ് എല്ലാം വരുന്ന യൂണിറ്റ് 2. യൂണിറ്റ് 3 ലോസ് ഓഫ് മോഷൻ ആണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ന്യൂട്ടൺസ് ലോ ഒക്കെ വരുന്നത്, ആ ഒരു സ്റ്റാറ്റിക്, കൈനറ്റിക്, ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റിൽ വർക്ക്, എനർജി, പവർ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൺസർവേറ്റീവ് ഫോഴ്സസ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന യൂണിറ്റ് 4. നെക്സ്റ്റ് യൂണിറ്റ് 5 മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതേപോലെ തന്നെ റിജിഡ് ബോഡി. അതാണ് യൂണിറ്റ് 5 വരുന്നത്. സെന്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം, മൊമെന്റം, കൺസർവേഷൻ, ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ, അതിൽ കെപ്ലേഴ്സ് ലോ വരുന്നുണ്ട്, യൂണിവേഴ്സൽ ലോ വരുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട്. ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ തിയറിയും പ്രോബ്ലംസും നല്ലപോലെ പഠിക്കണം. കഴിഞ്ഞ എക്സാമിന് പ്രോബ്ലംസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. തിയറി ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലംസിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് കൂടുതലും വരും ഫിസിക്സിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ ആണ് അടുത്ത മോഡ്യൂൾ വരുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള മോഡ്യൂൾ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ. നെക്സ്റ്റ് തെർമോഡൈനാമിക്സ് ആണ് വരുന്നത്. തെർമോഡൈനാമിക്സിൽ നമുക്ക് ലോസ് എല്ലാം പഠിക്കാനുണ്ട്. അതിലെ ലോസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഒക്കെ പഠിക്കാനുണ്ട്. ഹീറ്റ് എഞ്ചിൻസ്, റെഫ്രിജറേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ആൻഡ് ഓൺ ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഓക്കെ, യൂണിറ്റ് 10 വരുന്നത് ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ്. അപ്പോൾ ഈ ഫിസിക്സിലെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഓരോ യൂണിറ്റിലും എന്തുണ്ട്, ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. ആ ഇക്വേഷൻസ് എല്ലാം കൂടെ മക്കൾ ഒരു ബുക്ക് എടുത്തിട്ട് ഓരോ യൂണിറ്റിലും വരുന്ന ഇക്വേഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസ് കാര്യങ്ങളൊക്കെ പ്രത്യേകം എഴുതി വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എക്സാം വരുന്ന സമയത്ത് മെയ് ലാസ്റ്റ് ഒക്കെ ഒന്ന് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ കീം ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാ യൂണിറ്റിലെയും നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഇടുന്നില്ല. നിങ്ങൾക്ക് സാമ്പിൾ ക്ലാസ്സസ് ആണ് യൂട്യൂബിൽ അവൈലബിൾ ആവുന്നത്. ഓരോ മോഡ്യൂളിലെയും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് യൂണിറ്റിലെയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ യൂണിറ്റിന്റെയും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞ കീം ഹൈലൈറ്റ്സ് വീഡിയോസ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും റിവിഷൻ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മളെ അടുത്ത ഒരു ചാപ്റ്റർ വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അതിൽ നമ്മളെ വരുന്ന ടോപ്പിക്സ് ഓരോന്നും പ്രത്യേകം എടുത്ത് നോക്കി തന്നെ പഠിക്കാം. നെക്സ്റ്റ് യൂണിറ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് റെസിസ്റ്റേഴ്സിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, അതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിസം, electromagnetic induction and alternating current, then electromagnetic waves ആണ് അടുത്ത ഒരു മോഡ്യൂള്. ഒപ്റ്റിക്സിൽ നമുക്ക് കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. ചില യൂണിറ്റ്സിലൊക്കെ നമ്മൾ കുറെ ടോപ്പിക്സ് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം തന്നെ കവർ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആൻഡ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. And the last portions ആണ് ഇലക്ട്രോണിക് ഡിവൈസസും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്പാരിറ്റീവ്ലി മറ്റുള്ള മോഡ്യൂൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇത് പഠിക്കാൻ എന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോണിക് ഡിവൈസും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇത്രയാണ് നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ മക്കൾക്ക് ഫിസിക്സ് മാത്രം നമ്മുടെ ലേണിംഗോടെ കോഴ്സ് വേണം എന്നുള്ളവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. കെമിസ്ട്രിയുടെ കൂടെ സിലബസ് നോക്കാം. കെമിസ്ട്രിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂണിറ്റ്സ് പഠിക്കാനായിട്ട് വരുന്നത്. മാർക്ക് നമുക്കറിയാം കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മൾ മാത്സിനെയും ഫിസിക്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പഠിക്കാനുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ്, chemical bonding and molecular structure, states of matter, gases, liquids and solids. Next thermodynamics, equilibrium, redox reaction and electrochemistry, solutions, chemical kinetics, surface chemistry, hydrogen and S block elements, alkali and alkaline earth metals. അടുത്ത യൂണിറ്റ് P block elements ആണ്. അതിൽ ഗ്രൂപ്പ് 13, 14, 15, ഗ്രൂപ്പ് 16, 17, 18. Then D and F block elements, coordination compounds, general principle and process of isolation of elements,
Organic chemistry, some basic principles and techniques, hydrocarbons. Next, haloalkenes and haloarenes, alcohols, phenols, ethers. Then aldehydes, ketones and carboxylic acids. Next, organic compounds and containing nitrogen, biomolecules, polymers. Last 2 units, chemistry in everyday life and environmental chemistry. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രിയിലാണ്. മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യരുത്. മറ്റുള്ള സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ തന്നെ മക്കൾ കെമിസ്ട്രിയും പഠിക്കണം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസുകൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് നോക്കണം. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏത് പാറ്റേൺ ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. സോ ഇത്രയാണ് നമുക്ക് സിലബസ് വരുന്നത്. സിലബസ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമ്മൾ എല്ലാ ടോപ്പിക്സും പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം. ലെർണിനോടൊപ്പം പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയവും വിളിക്കാം. നമ്മൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് പർച്ചേസ് ചെയ്ത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മക്കൾ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.